ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് പിസ്താ ഷെല്ല് ഉപയോഗിച്ചിട്ട് നല്ല അടിപൊളി ഒരു ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കിയെടുത്താലോ. അതിനുവേണ്ടി 20 സെൻറ്റിമീറ്റർ ഹൈറ്റും 15 സെൻറ്റിമീറ്റർ വിടുത്തുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ ഷീറ്റ് സ്ക്വയറിൽ കട്ട് ചെയ്തെടുക്കുക ആദ്യം. അതിനുശേഷം അതിൻ്റെ ഉള്ളിൽ 2.5 സെൻറ്റിമീറ്റർ വീതിയിൽ 4 സൈഡിൽ നിന്ന് ഒരു സ്ക്വയറും കൂടെ വരച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ സ്ക്വയർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മളെ കയ്യിലുള്ള ഫോട്ടോയിലെ വലുപ്പത്തിനനുസരിച്ച് നമുക്ക് അതിൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. ഇനി നമുക്കൊന്ന് കവർ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഒരു A4 ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. A4 ഷീറ്റ് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് 4 സൈഡിൽ നിന്ന് മടക്കി കൊടുത്തിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. അതിനുശേഷം സെൻറ്ററിൽ ഇതുപോലെ ക്രോസ് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കട്ട് ചെയ്തതിന് ശേഷം അത് നമുക്ക് ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്തിട്ട് നല്ല ഗമ്മ് തേച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വീതി കുറഞ്ഞ നീളത്തിൽ കട്ട് ചെയ്തിട്ട് 3 കാർഡ്ബോർഡിൻ്റെ പീസുകളാണ്. അത് നമുക്ക് ഫ്രെയിമിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. 2 സൈഡിലും താഴെയുമായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. മുകൾ സൈഡ് ഓപ്പൺ ആക്കിയിട്ട് ഇടണം. മുകൾ സൈഡിൽ ഒട്ടിക്കാൻ പാടില്ല, കാരണം മുകൾ സൈഡിൽ നിന്നാണ് നമ്മൾ ഫോട്ടോ താഴേക്ക് ഇറക്കി കൊടുക്കുന്നത്. ഇനി നമുക്ക് ബാക്ക് സൈഡ് കവർ ചെയ്ത് കൊടുക്കാൻ ഒരു കാർഡ്ബോർഡിൻ്റെ പീസ് കൂടി വേണം. അത് നമുക്ക് വൈറ്റ് A4ൽ തന്നെ ഒന്ന് കവർ ചെയ്തിട്ട് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചിട്ട് നീറ്റാക്കി എടുക്കണം. ഇനി നമുക്ക് വേണ്ടത് പിസ്ത ഷെൽസ് ആണ്. ഇനി നമുക്ക് പശ തേച്ചിട്ട് ഓരോന്നായിട്ട് നീറ്റായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കാം. ഞാൻ ചെയ്യുന്നത് പോലെ ക്രോസ് ആയിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ. 2 സൈഡിൽക്കും ക്രോസ് ആയിട്ട് നിൽക്കുന്നത് പോലെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. നമ്മളിപ്പോൾ ഒരു സൈഡ് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി അടുത്ത സൈഡിൽ ഒട്ടിക്കാൻ തുടങ്ങുമ്പോൾ സെയിം ഡയറക്ഷനിൽ, ഏത് ഡയറക്ഷനിലേക്കാണോ ഫസ്റ്റ് നമ്മൾ ഒട്ടിച്ച് കൊടുത്തത് അതേ ഡയറക്ഷനിൽ വേണം അടുത്ത സൈഡും നമ്മൾ ഒട്ടിച്ച് കൊടുക്കാൻ. എന്നാൽ മാത്രമേ ഫ്രെയിം കാണാനൊരു ഭംഗി ഉണ്ടാവുകയുള്ളൂ. നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതുപോലത്തെ ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പോൾ 4 സൈഡും നല്ലതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കളർ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ പിങ്ക് കളറാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് ചൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് 4 സൈഡിലും നന്നായിട്ടൊന്ന് കളർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫുള്ളായിട്ട് കളർ ചെയ്തു. ഇതിപ്പോൾ കളർ ചെയ്ത് ഒരു ദിവസം ഡ്രൈ ആക്കി എടുത്തതാണ്. ഇനി നമുക്ക് വൈറ്റ് ബീഡ്സ് വേണം. ഈ ബീഡ്സ് നമുക്ക് ഈ പിസ്ത ഷെൽ ഒട്ടിച്ചതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ഗ്യാപ്പ് കാണാം. ആ ഗ്യാപ്പിലാണ് നമുക്ക് ഈ ബീഡ്സ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത്. 4 സൈഡിലും നമുക്ക് ബീഡ്സ് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പം നമ്മളെ ഫ്രെയിം ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയി. ഇനി നമുക്കൊരു ഫോട്ടോ വെച്ച് കൊടുക്കാം. നല്ല ഭംഗിയായിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, എന്നാലും ഫൈനൽ റിസൾട്ട് നല്ല അടിപൊളിയായിരിക്കും. നിങ്ങളെ വീട്ടിൽ പിസ്ത ഷെല്ലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.